നിത്യജീവൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം ദിവസത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഷെക്കേന ചാനലിലൂടെ ഈ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് നമ്മെ ശക്തമായിട്ട് നയിക്കുന്നതിനെയോർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. യേശുവാകുന്ന സുവിശേഷം, യേശുവാകുന്ന ദൈവിക ജീവൻ്റെ സമൃദ്ധി നമുക്ക് നൽകുന്നത് നിത്യജീവൻ്റെ സുവിശേഷമാണ്. ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിലും എന്നിലും വിശ്വസിക്കുവിൻ. ഇവിടെ പറയുന്നുണ്ട് ഈശോ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ നിത്യജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ്. അതിനുവേണ്ടിയാണ് ഈശോ സുവിശേഷമായത്. അതുകൊണ്ട് യഥാർത്ഥമായ സുവിശേഷം നിത്യജീവനിലേക്ക് നയിക്കുന്ന സുവിശേഷമാണ്, സദ്വാർത്തയാണ്. അല്ലാതെ അനുഗ്രഹത്തിൻ്റെ സുവിശേഷമല്ല. സുവിശേഷത്തിൻ്റെ യഥാർത്ഥമായ പ്രഘോഷണമാണ് നിത്യജീവൻ്റെ സുവിശേഷ പ്രഘോഷണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നിത്യജീവൻ്റെ സുവിശേഷത്തിൻ്റെ അഭിഷേകത്തിലായിരിക്കുമ്പോൾ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ഈ തിരുവചനങ്ങളോട് ചേർത്ത് നിത്യജീവൻ്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് 2-ാം ദിനത്തിൽ നമുക്ക് നമ്മെ തന്നെ കർത്താവിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം മരണത്തെക്കുറിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മരണം നമുക്ക് ഈ ദിവസത്തെ സമർപ്പിക്കാം, ഈ മണിക്കൂറുകളെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ, നിത്യജീവൻ്റെ ദിവ്യരഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോടെ ചേർന്ന് ശക്തിയോടെ, ഉണർവോടെ, ജീവനോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കരങ്ങളടിച്ച് ശക്തിയോടെ, ജീവനോടെ, സന്തോഷത്തോടെ യേശുവേ ആമേൻ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിൽ ഒറ്റ വിളിച്ചോ. അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, സ്വർഗോന്മുഖരാക്കി മാറ്റണമേ, സത്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. അഭിഷേകമായി, ശക്തിയായി, ജീവനായി, സമാധാനമായി, സന്തോഷമായി നിറയട്ടെ, നിറയട്ടെ. ശക്തി, അഭിഷേകം നിറയട്ടെ, സത്യം അറിയട്ടെ.
വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ട് വലിച്ചു ഞാൻ കുഴഞ്ഞിടുമ്പോൾ വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ട് വലിച്ചു ഞാൻ കുഴഞ്ഞിടുമ്പോൾ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ശക്തനായ ദൈവം കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട് കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട് നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട് നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിൽ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ സ്തുതിക്കുന്നു 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 ആരാധന ആരാധന ദൈവമേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മഹത്വം 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 സ്തുതി 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 ആരാധന 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 സർവശക്തനായ കർത്താവേ ഞങ്ങളെ ജീവൻ നൽകുന്ന കർത്താവേ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവേ ആരാധന 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 കർത്താവേ അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. ഞങ്ങളുടെ സ്വന്തം ദേശം ഈ ഭൂമിയല്ല, ഈ ഭൂമി ഞങ്ങളുടെ സ്വന്തമല്ല. ഞങ്ങൾ വസിക്കുന്ന ഈ വീടും ഞങ്ങളുടെ സ്വന്തമല്ല. ഞങ്ങളുടെ നിത്യമായ വസതി സ്വർഗമാണ്. നിത്യജീവനിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവേ, കാറ്റും കോളും നിറഞ്ഞ ഈ ലോകത്തില്, ഒത്തിരി പൈശാചിക ശക്തികൾ ആക്രമിക്കുന്ന ഈ ലോകത്തില്, ഒത്തിരിയേറെ കലുഷിതമായ ഈ ലോകത്തില് ഞങ്ങളുടെ കൂടെ, ഞങ്ങളോട് ഒരുമിച്ച്, ഞങ്ങൾ വസിക്കുന്ന വീട്ടില്, സഞ്ചരിക്കുന്ന വണ്ടിയില്, ഞങ്ങൾ നടക്കുന്ന പാതയില് ഞങ്ങളുടെ കൂടെ അങ്ങ് ഉണ്ട്. ഭയപ്പെടേണ്ട കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറയുന്നല്ലോ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയും മക്കളെ. നമ്മുടെ കൂടെ വസിക്കുന്ന ഇമ്മാനുവലായ കർത്താവ്, നമ്മെ സ്വർഗത്തിലെത്തിപ്പിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ്, അവിടുത്തെ വലിയ പദ്ധതി പിതാവിന്റെ ഭവനത്തിൽ നമ്മളെപ്പോഴും ആയിരിക്കണം. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങള് ഈശോയെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോ അങ്ങയുടെ സ്വർഗീയമായ ഒരു പ്രകാശവും ചൈതന്യവും ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയട്ടെ. യഥാർത്ഥമായ സത്യം ഞങ്ങൾ തിരിച്ചറിയട്ടെ കർത്താവേ. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ആ വലിയ ശക്തിയില്, അഭിഷേകത്തില് മരണത്തെ ഒരു ആഘോഷമാക്കി മാറ്റാൻ ഞങ്ങൾക്കിടയാകട്ടെ കർത്താവേ. വിശുദ്ധരുടെയൊക്കെ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുന്നത് അവരുടെ മരണത്തിന് ദിവസമാണ്. അവർ സ്വർഗത്തിൽ ജനിച്ച ദിവസം. ഈ ലോകത്തിൽ ജീവിച്ച്, ഈ ലോകത്തില് യേശുവിനെ അനുഗമിച്ച ഒരു മകന്റെയും ജനന തിരുനാളല്ല, പരിശുദ്ധ അമ്മയുടെയും സ്നാപക യോഹന്നാന്റെയും ഈശോയുടേതുമല്ലാതെ ഒരു ജനന തിരുനാളും നമ്മൾ ആഘോഷിക്കുന്നില്ല. മരണത്തെ തിരുനാളാക്കിയവരാണ് വിശുദ്ധർ. പ്രിയപ്പെട്ട മക്കളെ, മരണം ഒരു ഉത്സവമാക്കണം, മരണം ഒരു ആഘോഷമാക്കണം. മരണത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. അതാണ് മരണം. ആ മരണത്തെ ശരിക്കും അറിയുവാൻ, ആ മരണത്തെ ശരിക്കും മനസ്സിലാക്കുവാൻ കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് ഈ രാത്രിയില് കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ, ശക്തി നൽകണമേ. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥിക്കും. ഈ മണിക്കൂറിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് നിത്യജീവന്റെ വചനങ്ങളാണ്, നിത്യജീവന്റെ സുവിശേഷമാണ്. അത് ഈ ലോകത്തിലുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല, ലോകത്തിന്റെ പിന്നാലെ നടക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. അതിന് സ്വർഗത്തിന്റെ ഒരു പ്രകാശം വേണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ സ്വർഗത്തിന്റെ മക്കളാ. ഈശോ പറഞ്ഞില്ലേ, പിതാവേ, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ഇവരും ലോകത്തിൻ്റെതല്ല.
സ്വയേ സ്വർഗത്തിൻ്റെ മക്കളാണ് ഞങ്ങൾ. വലിയ തിരിച്ചറിവോടെ ഈ വചനം ശ്രവിക്കാൻ, ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞ് ബുദ്ധിയെ ഏറ്റെടുത്ത് മനസ്സിനെ പ്രകാശിപ്പിച്ച് ഞങ്ങളുടെ ശരീരത്തെ ഉണർത്തി യഥാർത്ഥമായ സത്യം ഗ്രഹിച്ച് ആ സത്യത്താൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഒരു വലിയ കൂട്ടായ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷെക്കേന ചാലനെ സമർപ്പിക്കാം, ശുശ്രൂഷകരെ സമർപ്പിക്കാം, എല്ലാ മക്കളെയും സമർപ്പിക്കാം. കർത്താവിന്റെ വലിയ ശക്തി, പരിശുദ്ധാത്മ ശക്തി നമ്മിൽ വ്യാപരിക്കാൻ, നമ്മിൽ നിറയാൻ വലിയ ആഗ്രഹത്തോടെ നമുക്ക് ഈ ഗാനത്തിന്റെ ഈരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. ദാഹത്തോടെ പ്രാർത്ഥിച്ചേ മക്കളെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഈ സമയത്ത് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയിൽ, മനസ്സിൽ, ചിന്തയിൽ, വികാരങ്ങളിൽ, തോന്നലുകളിലൊക്കെ നിറയണമേ. സ്വർഗത്തിൻ്റെ നിത്യജീവന്റെ വചനങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവേ എല്ലാ മക്കളെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ശക്തമായി ഞങ്ങൾ അനുഭവിക്കുന്നു. അമ്മേ, അമ്മയുടെ നീലങ്കിയിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ അന്നാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം. സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ എല്ലാവരുടെയും കാവൽ മാലാഖമാരെ, വിശുദ്ധ മിഖായിൽ മാലാഖെ, ഗബ്രിയേൽ മാലാഖെ, റഫായിൽ മാലാഖെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. നമുക്ക് അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിൽ മാലാഖമാരുടെ രാജ്ഞിയായ, എല്ലാ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും രാജ്ഞിയായ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടേണ്ട ഒരു വിഷയമാണ് മരണം. മരണം ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കാർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോകാൻ പറ്റാത്ത ഒരു സത്യമാണ് മരണം. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്, ഒരു കാര്യം ശരിക്കും ഉറപ്പുള്ളൂ. എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നീയും മരിക്കും. നാളെ ജീവിക്കുമെന്ന് നമുക്കാർക്കും ഉറപ്പില്ല. നാളെ എന്തോ ആകുമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും. അതുകൊണ്ടല്ല നമ്മൾ എഴുതി വയ്ക്കുന്നത് ഇന്നു ഞാൻ നാളെ നീ. ചില ആൾക്കാർ പറയും ഇന്നു നീ നാളെ നീ. നമുക്ക് മാത്രം മരണമില്ല. ഈ ഒരു ചിന്തയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഈ ശക്തമായ ചിന്തകൾ, നമ്മൾ സത്യങ്ങൾ, ചിന്തയല്ല സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ തിരുവചനം, അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തി പറയുകയാണ്, ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിത അന്ത്യത്തെക്കുറിച്ച് നീ ഓർക്കണം, എന്നാൽ നീ
പാപം ചെയ്യില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ജീവിത അന്ത്യത്തെക്കുറിച്ച് ഓർക്കണം. അന്ത്യം എന്താണ്? അന്ത്യം നമുക്ക് എത്ര അന്ത്യങ്ങളുണ്ട്? നമ്മുടെ കാറ്റഗിസ്റ്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 അന്ത്യങ്ങളുണ്ട്. എന്താണ്? മരണം, വിധി, സ്വർഗം, നരകം. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ സത്യം. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പണിത് നിത്യജീവനിൽ, സ്വർഗത്തിൽ, നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം. അപ്പൊ ശരിക്കും പ്രഘോഷിക്കപ്പെടേണ്ട സത്യമായ സുവിശേഷമാണ് നിന്റെ ജീവിത അന്ത്യത്തെക്കുറിച്ചുള്ള സുവിശേഷം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അന്ത്യവിധിയുടെ മാലാഖ, ദി ഏഞ്ചൽ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ വിൻസെന്റ് ഫെറർ. അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണ മേഖലയിൽ നമ്മൾ കാണുന്നുണ്ട് 10,000 പേര് യൂറോപ്പിന് ആകമാനം ഇളക്കി മറിച്ച് അനേക മക്കളെ മാനസാന്തരത്തിലേക്കും സ്വർഗത്തിലേക്കും അടുപ്പിച്ച ഒരു മഹാവിശുദ്ധനാണ് വിൻസെന്റ് ഫെറർ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം എപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ഈ അന്ത്യത്തെക്കുറിച്ചാണ്. മോനെ, നിനക്കൊരു മരണമുണ്ട്. മോളെ, അതിനുശേഷം നിനക്ക് ഒരു അന്ത്യവിധിയുണ്ട്. ആ വിധിക്കനുസരിച്ച് നിനക്ക് സ്വർഗമുണ്ട്, നരകമുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, അതിനു മുമ്പ് നിന്റെ ജീവിതത്തില്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മരണത്തെക്കുറിച്ച് ഈ വിൻസെന്റ് ഫെറർ പ്രഘോഷിക്കും. അവിടെ വചനം കണ്ടില്ലേ? നീ നിന്റെ അന്ത്യത്തെക്കുറിച്ച് ഓർക്കണം, അപ്പോൾ നീ പാപം ചെയ്യില്ല. സത്യം പറയാലോ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുശേഷമുള്ള വിധിയെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനുശേഷമുള്ള നിത്യജീവിതം, ഐദർ സ്വർഗം അല്ലെങ്കിൽ നരകം, നിത്യജീവിതം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും ധ്യാനിക്കുമ്പോണ്ടല്ലോ മക്കളെ, നമ്മൾ പാപം ചെയ്യില്ല. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ മാറി കർത്താവിലേക്ക് വരും, വചനത്തിലേക്ക് വരും. ഈ വിൻസെന്റ് ഫെററിന്റെ ധ്യാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും 50ഉം 60ഉം വൈദികരുണ്ടാവും. എന്തിനാ? കുമ്പസാരിപ്പിക്കാൻ. ഇതാണ് സുവിശേഷം. അദ്ദേഹം ഒത്തിരിയേറെ മക്കളെ ഉയർപ്പിച്ചിട്ടുണ്ട്. 100-ലേറെ മക്കളെ, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം അത്ഭുതങ്ങളെ പറഞ്ഞുകൊണ്ട് ധ്യാനത്തിൽ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും പറയും, മക്കളെ, സ്വർഗത്തിൽ പോണം മക്കളെ, നമുക്ക് മരണമുണ്ട് മക്കളെ, അന്ത്യവിധിയുണ്ട് മക്കളെ, നരകത്തിൽ പോകരുത് മക്കളെ. അതിനുവേണ്ടി ഒരുക്കി, വചനത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക് ഒരുക്കി. അതാണ് സുവിശേഷം, മാനസാന്തരം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ പാപം അതുപോലെ ഏറി പിശാച് അനേക മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോയി. ഇന്ന് നരകം വാപ്പിളർന്നിരിക്കുക. ഈ ഒരു ഗതികെട്ട അവസ്ഥയിൽ ഈ നിത്യജീവന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ മരണത്തെക്കുറിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എന്താണ് മരണം എന്ന് പറയുന്നത്? മരണത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് കുറേ പേർക്ക് മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇപ്പോൾ വിചാരിക്കണം, ഈ രാത്രിയിൽ ഈ മരണത്തെക്കുറിച്ചൊക്കെ പറയണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും മരണത്തെക്കുറിച്ച് അറിഞ്ഞാണ്ടല്ലോ ഇപ്പം മരിക്കാൻ തോന്നും. അത്രയും സെറ്റപ്പാണ് മരണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മരണത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. ഇന്നല്ല, എപ്പോഴും അത് ഓർക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1007 മരണത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. 1007 ഇവിടെ പറയാണ്, മരണം ഭൗമിക ജീവിതത്തിൻ്റെ അന്ത്യമാണ്. നമ്മുടെ ജീവിതം സമയം കൊണ്ട് അളക്കപ്പെടുന്നു. അതിൻ്റെ ഗതിയിൽ നമ്മൾക്ക് മാറ്റം സംഭവിക്കുകയും നാം വാർദ്ധക്യത്തിൽ എത്തുകയും ചെയ്യുന്നു. ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും എന്ന പോലെ മരണം ജീവിതത്തിൻ്റെ സ്വാഭാവികമായ അന്ത്യം പോലെ കാണപ്പെടുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഭൗമിക ജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കലാണ് മരണം. അവസാനിക്കലല്ല ഈ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ അന്ത്യം. അത് സ്വാഭാവികമാണ്. മൃഗങ്ങൾക്ക് പ്രായമാകുന്ന പോലെ
നമുക്കും പ്രായമാകും. സമയം ആണ്, കുറച്ച് സമയം. അതുകൊണ്ടാണ് സങ്കീർത്തനം 90-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ, 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥനയാണ്. അവിടെ 10-ാമത്തെ വചനത്തിൽ മോശ പറയണം, ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷം. സമയം കണ്ടോ? ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. നോക്കിക്കേ, അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, പെട്ടെന്ന് തീരും. ഈ ലോകത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് പറയാം. സമയം, ഭൗമികമായ ജീവിതത്തിന്റെ അവസാനമാകുന്ന ഈ ലോകത്തിലെ ജീവിതം, സമയം. മോശ പറയാണ് 70, ഏറിയാൽ 80. അത് പെട്ടെന്ന് തീരും, നമ്മൾ കടന്നു പോകും. അവസാനിക്കുന്നല്ല പറഞ്ഞ്, നമ്മൾ കടന്നു പോകും. എങ്ങോട്ട്? നിത്യജീവനിലേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മരണം ഒരു അവസാനമല്ല, ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോസഫും അവൻ്റെ അപ്പനും സഹോദരങ്ങളൊക്കെ ഈജിപ്തിലെത്തി. ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഫറോയ്ക്കൊരാഗ്രഹം, ജോസഫിൻ്റെ അപ്പനെ ഒന്ന് കാണണം. ആവശ്യം അറിയിച്ചു, ആഗ്രഹം അറിയിച്ചു. അങ്ങനെ യാക്കോബിനെ കൊണ്ട് ജോസഫ് ഈ ഫറോയനെ കാണാൻ വേണ്ടി വരിക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 47-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വന്നു, യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് എത്ര വയസ്സായി? ഫറവോ ചോദിച്ചു. അപ്പോൾ യാക്കോബ് പറയാണ്, എൻ്റെ ദേശാന്തരവാസകാലം 130 വർഷമായിരിക്കുന്നു. അത് ഹ്രസ്വവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസകാലത്തോളം ആയിട്ടില്ല അത്. എന്താണ് പറഞ്ഞേ? എൻ്റെ ദേശാന്തരവാസം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിലെ ജീവിതം നമ്മളൊക്കെ ദേശത്തിന് വെളിയിലുള്ള വാസത്തിലാണ്. പരദേശം. എൻ്റെ ജീവിതം ഈ ലോകത്തില് 130 വർഷമായി. അത് എനിക്കറിയാം. എൻ്റെ ദേശം എവിടെയാ? സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ളതാണെന്നുള്ള സത്യമായ തിരിച്ചറിവ് യാക്കോബിനുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം നമ്മൾ അറിയണം. നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കാൻ ഉള്ളതല്ല. മരണത്തിലൂടെ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ എന്താണ് മരണം? മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അനുവദിക്കപ്പെട്ട ഈ ലോകത്തിലെ അല്പകാലം ദേശാന്തരവാസം എന്ന് പറഞ്ഞാൽ, വിദേശത്തൊക്കെ ജീവിക്കണ പോലെ ഇവിടെ ജീവിക്കുന്നു. അതിനുശേഷം നമ്മൾ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു സമയമാണ് മരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1010 ക്രൈസ്തവ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പറയാം. ക്രൈസ്തവ മരണത്തിൻ്റെ അർത്ഥം ശരിക്കും നമുക്ക് ശ്രദ്ധിച്ച് വായിക്കാം. ഇവിടെ പറയാണ്, ക്രൈസ്തവ മരണത്തിന് ക്രിസ്തു മൂലം ഭാവനാത്മകമായ ഒരർത്ഥം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക എന്നത് ക്രിസ്തുവാകുന്നു, മരിക്കുക എന്നത് ലാഭവുമാകുന്നു. നാം അവനോടുകൂടെ മരിച്ചെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും എന്ന വചനം വിശ്വാസ യോഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാണ്, ക്രൈസ്തവ മരണത്തെ സംബന്ധിച്ച് സത്താപരമായി നവീനമായിട്ടുള്ളത് ഇതാണ്. എന്താണ്? മാമോദീസായിലൂടെ ക്രൈസ്തവൻ ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടി കൗദാശികമായി ക്രിസ്തുവിനോട് കൂടെ മരിച്ചു കഴിഞ്ഞു. നാം ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നെങ്കിൽ ശാരീരിക മരണം ക്രിസ്തുവിനോട് കൂടിയുള്ള ഈ മരണത്തെ പൂർണ്ണമാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകളാണ്. നമുക്കറിയാം, ഫിലിപ്പിയർ 1:22. അവിടെ ഇങ്ങനെ പറയുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടമാണ്. ജീവിതം ക്രിസ്തു. നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട ഈ കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തെ ശരിക്കും ഒന്ന് നമ്മൾ വചനാധിഷ്ഠിതമായിട്ട് നമ്മൾ ചിന്തിക്കണം. അതായത് മരണം,
ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മരണമാണ്. പൗലോസ് റോമാക്കാർക്ക് ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് മാമോദീസ സ്വീകരിച്ചത്. സത്യം പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ മാമോദീസ സ്വീകരിച്ചപ്പോൾ തന്നെ മരിച്ചു. ലോകത്തിന് മരിച്ചു, ജഡത്തിന് മരിച്ചു. ക്രിസ്തുവിൻ്റെ മരണത്തിന് സദൃശമായ മരണത്തിൽ പങ്കുചേർന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടമാണ്. വീണ്ടും പറയാ, നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. ശരിക്കും ശ്രദ്ധിക്കണം മക്കളെ, അവനോട് കൂടെ മരിച്ച ജീവിതം ക്രൈസ്തവ ജീവിതം. അവനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. എന്നിട്ട് നമ്മുടെ സ്വാഭാവികമായ ഈ മരണത്തെക്കുറിച്ച് ഇവിടെ പറയാണ്, നാം ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നുവെങ്കിൽ. ശാരീരിക മരണം ക്രിസ്തുവിനോട് കൂടിയുള്ള ഈ മരണത്തെ പൂർണ്ണമാക്കുന്നു. എന്താ മനസ്സിലായേ? ശാരീരിക മരണം ക്രിസ്തുവിനോട് കൂടിയുള്ള മരണത്തെ പൂർണ്ണമാക്കുന്നു. എപ്പോ? ക്രിസ്തുവിനോടുള്ള കൗദാശികമായ കൃപാവര പൂർണ്ണതയിൽ ജീവിച്ചാൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും മനസ്സിലാക്കുക, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്ത്യാനിയായി. ഈ ക്രിസ്ത്യാനി ക്രിസ്തുവിന് സമർപ്പിച്ച് ക്രിസ്തുവിനോടൊപ്പം മരിച്ച ജീവിതത്തിൻ്റെ ആ കൃപാവരത്തിൽ ജീവിച്ചാൽ അവൻ്റെ ശാരീരിക മരണം എന്താണ് സംഭവിക്കുന്നത്? അത് ക്രിസ്തുവിനോട് കൂടിയുള്ള മരണമാണ്. ശരിക്കും മനസ്സിലാക്കണം. കൃപാവരത്തിൽ വചനമനുസരിച്ച്. അതുകൊണ്ടാണ് ഈശോ മർത്തായോട് പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനം. അവിടെ ഈശോ മർത്തായോട് പറയാ, വായിച്ചേ. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്തുവിനോട് കൂടെ മരിച്ച ജീവിതം എവിടെയാണ്? ക്രിസ്തുവിലാണ്. അങ്ങനെ ക്രിസ്തുവിൽ ജീവിച്ച് ആ കൃപാവരത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി ഈ ലോകത്തിൽ ശാരീരികമായി മരിച്ചാൽ അവൻ എന്താ സംഭവിക്കുന്നത്? അവൻ ക്രിസ്തുവിൽ മരിക്കുന്നു. അത് ഈശോ പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നിൽ വസിക്കുന്നവൻ, എൻ്റെ കൃപാവരത്തിൽ ജീവിക്കുന്നവൻ മരിച്ചാലും അവന് മരണമില്ല, അവൻ ജീവിക്കും. എങ്ങനെ? ഈശോ ജീവനാണ്. ഈശോ ജീവനാണ്. ജീവനാകുന്ന യേശുവിൽ ഞാൻ വസിക്കുമ്പോൾ, ജീവനാകുന്ന യേശു എന്നിൽ വസിക്കുമ്പോൾ, ക്രൈസ്തവ ജീവിതം അതാണ്. യേശുവിന് മരിച്ച് യേശുവിൽ ജീവിക്കുന്ന ജീവിതം. ആ ജീവിതം ഈ ഭൂമിയിൽ ശാരീരികമായിട്ട് മരിച്ചാലും അവനും അവളും ഞാനും നീയും എവിടെയാ? യേശുവിലാ. അങ്ങനെ യേശുവിൽ വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ ഒരു രഹസ്യം നമ്മൾ മനസ്സിലാക്കണം മക്കളെ. ഈ രഹസ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ സത്യം അറിയാവുന്ന ദൈവത്തിന്റെ മക്കൾ, ഈ സത്യം അറിയാവുന്ന വിശുദ്ധര്, ഈ സത്യം അറിയാവുന്ന അനേകം രക്തസാക്ഷികള് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചവരാ. മരിക്കാൻ വേണ്ടി. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം. അവിടെ പൗലോസ്ലീഹ ഒരു വലിയൊരു കാര്യം പറയാ. ഫിലിപ്പി 1:23. അവിടെ ജീവിക്കണോ മരിക്കണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു സംഘർഷം വരുമോ. അദ്ദേഹം പറയാണ്, ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എന്തിന് രണ്ടിനുമിടയിൽ? ജീവിതം മരണം, അതിന് രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എൻ്റെ ആഗ്രഹം ഉണ്ടോ? എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. കണ്ടോ? ഈ മരണത്തെക്കുറിച്ചും ക്രിസ്തുവിൽ ആയിരിക്കുന്നതിനെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും സ്വർഗ സൗഭാഗ്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയ പൗലോസ്ലീഹ പറയാ, അതാണ് കൂടുതൽ ശ്രേഷ്ഠം. അതുകൊണ്ട് എനിക്ക് മരിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം
1011 ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, മരിക്കാനുള്ള ആഗ്രഹവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. 1011 അവിടെ പറയാണ്, മനുഷ്യനെ അവന്റെ മരണത്തിൽ ദൈവം തന്നിലേക്ക് വിളിക്കുന്നു. കേട്ട മക്കളെ, മനുഷ്യനെ അവന്റെ മരണത്തിൽ ദൈവം തന്നിലേക്ക് വിളിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ പൗലോസിലേക്ക് പറഞ്ഞ കാര്യം അപ്പസ്തോലനായി ഉണ്ടായിരുന്നത് പോലെ മരിക്കാനുള്ള ആഗ്രഹം ക്രൈസ്തവന് അനുഭവിച്ചറിയാൻ കഴിയും. കണ്ടോ, മരിക്കാനുള്ള ആഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശരിക്കും മരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മരിക്കാനുള്ള ആഗ്രഹം നമ്മിൽ ഉണ്ടാകും. എത്ര പേർക്ക് മരിക്കാൻ ആഗ്രഹമുണ്ട്? നമുക്കറിയാം, നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ കടന്ന് തത്രപ്പെടുക. ഒരു രോഗം വരുമ്പോഴേക്കും അങ്ങോട്ട് ഓടും. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ രാവിലെ ആശുപത്രി പോയി, എന്നാ തിരക്കടങ്ങാതെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സാണ് ആശുപത്രി. എന്താ കച്ചവട! പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ജീവിക്കണം, ജീവിക്കണം, ജീവിക്കണം. ഇന്ന് ജീവിക്കാൻ വേണ്ടി, അതും ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നീ എത്ര കാലം ജീവിച്ചാലും, എത്ര കാലം ഈ ലോകത്തിൽ എന്തൊക്കെ കോടികൾ മുടക്കി ചികിത്സിച്ചാലും, നീയും ഞാനും മരിക്കണം, മരിക്കണം. എന്നാൽ ഈ മരണത്തിൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് ഒന്നായി ചേരാ. ആ പൗലോസ് പറഞ്ഞില്ലേ, എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ജീവിച്ച്, ക്രിസ്തുവിനോട് കൂടെ മരിച്ച്, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ്, ക്രിസ്തുവിൽ ജീവിക്കുന്ന യഥാർത്ഥമായ ദൈവമക്കളുടെ നിത്യജീവൻ. ആ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാണ്ടല്ലോ ഇവിടെ ജീവിക്കാൻ തോന്നൂല്ല. ഇനി ദിവസങ്ങളൊക്കെ നമ്മൾ സ്വർഗത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ സ്വർഗ സൗഭാഗ്യത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ശരിക്കും മരിക്കാൻ തോന്നും. കാരണം ഈ ലോകത്തിലെ ജീവിതം വളരെ പ്രയാസമാണ്. പ്രയാസമായതുകൊണ്ടല്ല പ്രിയപ്പെട്ട മക്കളെ, അതിനെല്ലാം ഉപരിയായിട്ട് എൻ്റെ സ്വന്തം ദേശമാകുന്ന സ്വർഗത്തെ കണ്ട് ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ജീവിതം നമുക്ക് ഉച്ചിഷ്ടം പോലെ, അതേപോലെ ഉച്ചിഷ്ടം എന്നൊക്കെ പറഞ്ഞില്ലേ, എന്താണ് സംഭവം? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ സ്വർഗത്തെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോൾ മരണം നമുക്കാർക്കുമേ ഒരു നിരാശയുടെ ഒരു കാരണമല്ല. മരണത്തിൽ നമ്മൾ സന്തോഷിക്കും. ഞാൻ ഓർക്കുക, വിശുദ്ധ കൊച്ചുരസ്യ പുണ്യാളത്തി ഒരു 3-4 വയസ്സ് പ്രായമുള്ളൂ. ആ സമയത്ത് ഇവളിങ്ങനെ മരണത്തെക്കുറിച്ചും ഒക്കെ കേൾക്കാനൊക്കെ ഇടയായിപ്പോൾ ചോദിച്ചു, മരിച്ചാൽ എവിടെ പോവും? അപ്പോൾ മാതാപിതാക്കളൊക്കെ പറഞ്ഞു കൊടുത്തു, മരിച്ചാൽ സ്വർഗത്തിൽ പോവും. സ്വർഗചിന്ത കുഞ്ഞിന് കൊടുക്കുക. അപ്പോൾ ഈ കൊച്ചിന് സന്തോഷമായി, മരിച്ച് സ്വർഗത്തിൽ പോലോ. ഒരു ദിവസം രാവിലെ കൊച്ചുരസ്യ അമ്മയുടെ അടുത്ത് നിന്നിട്ട് അമ്മയോട് പറയാ, അമ്മ ഒന്നും മരിച്ചിരുന്നെങ്കിൽ എന്താ സന്തോഷം, അമ്മ മരിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുക. 3.5 വയസ്സുള്ള കൊച്ച്, നിഷ്കളങ്കയായ കൊച്ച് തൻ്റെ അമ്മ മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നീ തുട്ടി പറഞ്ഞ കുഞ്ഞെ. അപ്പൊ ഈ കൊച്ചുരസ്യ പറയാണ്, അമ്മ മരിച്ചാലല്ലേ ദൈവത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ പറ്റൂ. എൻ്റെ അമ്മ ഇവിടെ വസിക്കണേക്കാളും കൂടുതൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് അമ്മ മരിച്ചിരുന്നെങ്കിലെന്ന്. ഇതുണ്ടോ മക്കളെ, ഈ രക്തസാക്ഷികൾ രക്തസാക്ഷിത്വം വഹിച്ചതും വിശുദ്ധർ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ വിട്ടുപേക്ഷിച്ചുകൊണ്ട് വചനത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചതും വേറൊന്നും കണ്ടിട്ടില്ല. മരണത്തെ പേടിച്ചില്ല. പീഡകളുടെ മുമ്പിൽ അവർ ഭയപ്പെടാതെ നിന്നു. കഴുത്തറക്കുന്ന സമയത്തും അവർ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. എന്താ അടിസ്ഥാനം? ഈ മരണം സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവ് നമുക്ക് ലഭിച്ചാൽ നമ്മളും ഈ ലോകത്തിൽ അധിക നാള് ജീവിക്കുവാൻ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് ഈ മരണത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി ഈശോ എന്താണ് മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഈശോ വിശുദ്ധ സുവിശേഷത്തിൽ മരണത്തെക്കുറിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനം, അവിടെ ലാസറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈശോ പറഞ്ഞ കാര്യമാണ്. ലാസർ മരിച്ച് 4-ാം ദിവസമാണ്. അപ്പോൾ ഈശോ സ്ലീഹന്മാരോട് പറയാണ്,
അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. കേട്ടെ, ഇപ്പൊ ലാസർ മരിച്ചിട്ട് എത്ര ദിവസമായി? 4 ദിവസമായി. പക്ഷെ പറയാ, നമ്മുടെ സ്നേഹിതനായ ലാസർ മരിച്ചു എന്നല്ല പറയണേ, ഉറങ്ങുകയാണ്. അപ്പൊ എന്താണ് മരണം? മരണം ഒരു ഉറക്കമാണ്. യേശുവേ, ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് 5-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വചനത്തില് അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജായറൂസ് ഈശോയുടെ അടുത്തേക്ക് വന്നു. രോഗിയായ കുഞ്ഞ്, ആ കുഞ്ഞിനെ തൊട്ട് സുഖപ്പെടുത്തണം ഈശോയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഈശോ ജായറൂസിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ ചെന്നപ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട്, ആ കുഞ്ഞ് മരിച്ചിരുന്നു. ഈശോ എന്താ പറഞ്ഞേ? അവൾ മരിച്ചുപോയി എന്നല്ല പറഞ്ഞേ. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് സത്യം. നിങ്ങൾ വെറുതെ മരിച്ചു എന്നും പറഞ്ഞ് വിലപിച്ച് കരയേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചുറങ്ങുക. അപ്പൊ ഈശോയെ കളിയാക്കി, കൊച്ചുറങ്ങുക. ഇതാണ് സത്യത്തിൽ പ്രിയപ്പെട്ട മക്കളെ മരണം. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് നമ്മൾ ആരും പേടിക്കണ്ട. നല്ല ഉറക്ക. ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അറിഞ്ഞാലും ഇല്ലേലും മരിക്കാനുള്ള ആഗ്രഹം എന്നിലും ഉണ്ട്, നിന്നിലും ഉണ്ട്. എന്തെന്നറിയോ? ഞാൻ ഉദാഹരണം പറയാം. രാവിലെ നേരം വെളുത്ത് നമ്മുടെ അലാം അടിക്കുമ്പോൾ നമ്മളൊന്ന് ഉറക്കം, നല്ല ഉറക്കമാണ്. നമുക്ക് അലാം അടിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നണേ? ഇതോടെ തോന്നണം നമുക്ക് കുറച്ചും കൂടി ഉറങ്ങണം. ഭയങ്കര ഒരു മടിയാ. ഇത് തന്നെ എന്താ സൂചിപ്പിക്കുന്ന അറിയോ? ഉറങ്ങാനുള്ള ഒരാഗ്രഹം എന്നിലുണ്ട്, നിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ മരിക്കാനുള്ള ആഗ്രഹം നമ്മിലെല്ലാവരിലും ഉണ്ടെന്ന്. ഇത് അന്തർലീനമാണ്. മരിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, മരണം എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. ഉറങ്ങാൻ ഇഷ്ടമല്ലേ? കുറേ സമയം കിടന്ന് ഉറങ്ങാൻ ഇഷ്ടമല്ലേ? അങ്ങടെ ഉറങ്ങാം. ഈ മരണത്തെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, അതായത് ഡെത്ത് ഈസ് യുവർ സ്ലീപ്പ് എക്സ്റ്റെൻഡഡ്. മരണമെന്ന് പറഞ്ഞാൽ നിന്റെയും എൻ്റെയും ഉറക്കം ദീർഘിച്ചു പോകല. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. അത് ഈ രാത്രി പേടിക്കാൻ ചെയ്യട്ടാ, പേടിക്കാൻ വേണ്ടി പറയുന്നില്ല. ഇപ്പം നമ്മൾ ഇപ്പം കിടന്നുറങ്ങാണ്ട് അല്പം ഈ കിടന്നുറങ്ങൂല. ഇവിടെ കേരളത്തിലുള്ളവരൊക്കെ കിടന്നുറങ്ങും. ഈ ഉറങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, എത്ര പേരുണ്ട് സ്വന്തം കൺട്രോളിൽ കിടന്നുറങ്ങണവർ? അങ്ങടെ ഉറക്കമാണ്. വല്ല ബോധമുണ്ടോ? പോത്ത് പോലെ വാഴത്തട വെട്ടിയിട്ട പോലെ കിടന്നുറങ്ങും. ആ ഉറക്കം അങ്ങോട്ട് നീണ്ടുപോയാലോ, ദീർഘിച്ചു പോയാലോ, അതാണ് മരണം. ഉറക്കം അങ്ങോട്ട് നീണ്ടുപോകും. ഇപ്പം നാളെ രാവിലെ എഴുന്നേക്കേണ്ട ഞാൻ ചിലപ്പോൾ ഒരു 10,000 വർഷം കഴിഞ്ഞിട്ട് ഉറങ്ങി എഴുന്നേക്കുള്ളൂ. സൂപ്പർ ഉറക്കം, സെറ്റപ്പ് ഉറക്കം. ഉറക്കത്തിന് സമയത്ത് എന്തെങ്കിലും ഉറക്കമുണ്ടോ? ഒന്നും ഉറക്കണില്ല, നല്ല ഉറക്കം. ഇതാ മക്കൾ ഈശോ പറഞ്ഞ്, ലാസർ ഉറങ്ങുകയാണ്. ഈശോ അവൻ്റെ ശവകുഴീരത്തിൽ ചെന്നിട്ട്, ലാസറേ എടാ പുറത്തേക്ക് വാ. ഉറങ്ങണ ലാസർ. അപ്പം തന്നെ പുള്ളി ജീവന്റെ വചനം, അതാണ് എന്താ പറയുക, അന്ത്യവിധിയിൽ അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എഴുന്നേൽക്കും. അത് ഞാൻ പറഞ്ഞു വരിക, യേശുവിൻ്റെ സ്വരം കേട്ടപ്പോൾ, ജീവന്റെ വചനം കേട്ടപ്പോ ഉറങ്ങണ ലാസർ മർത്ത പറയുന്നുണ്ട്, കർത്താവേ ചീഞ്ഞ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, വെറുതെ തുറക്കണ്ട. ഈശോ പറഞ്ഞു, കല്ലെടുത്ത് മാറ്റ്. ഇതാ മരിച്ചവൻ മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞ ചീഞ്ഞ ദുർഗന്ധം വമിക്കാമായിരുന്ന ആ സമയത്ത് നിന്ന്, ഉറക്കത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് വരും. ആ ബാലിക ഉറങ്ങാണ്. മോളെ എഴുന്നേക്ക്. ആ കൊച്ചു ചാടി എഴുന്നേറ്റു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് മരണം. ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ മരണത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പൗരോഹിത്യത്തെയും എൻ്റെ ജീവിതത്തെയും ഒക്കെ ഒത്തിരി സ്വാധീനിച്ച ഒരു ചിന്തയാണ് മരണചിന്ത. സത്യം പറയാലോ, മരണത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിച്ച് ധ്യാനിച്ച് ജീവിച്ചാണ്ടില്ല, നല്ല അച്ഛനാവും, നല്ല അപ്പനാവും, നല്ല അമ്മയാവും, നല്ല മോനാവും, നല്ല മോളാകും, നല്ല കന്യാസ്ത്രീയാവും. ഇത് മതി മരണം, നിത്യജീവൻ. അപ്പോൾ
അതിലെന്നെ സ്വാധീനിച്ച വലിയൊരു കാര്യം, നമ്മുടെ ഈ ശരീരം നമ്മൾ മരിച്ചതിന് ശേഷം വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ വെച്ചൊക്കെ പ്രാർത്ഥിച്ച് അതിനുശേഷം ശവകുടീരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് കുഴി വെഞ്ചരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കുഴി വെഞ്ചരിക്കുന്ന പ്രാർത്ഥന. കുഴി വെഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് വെഞ്ചരിക്കണേ. എന്ത് പറയുന്നത്? മാമോദീസായാൽ മുദ്രിതവും, പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും, വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ശ്രദ്ധിക്കുക, വിശ്രമം കൊള്ളേണ്ട ഈ കബറിടം ആശീർവദിക്കണമേ, പവിത്രീകരിക്കണമേ. ഹന്നമ്പളൊക്കെ തളിച്ച് ധൂപിച്ച് ഈ ശവകുടീരത്തിൽ എൻ്റെയും നിൻ്റെയും ശരീരം വയ്ക്കും. എന്താണ്? കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം കൊള്ളേണ്ട കബറിടം. നമ്മൾ ഈ കബറിടത്തിൻ്റെ മുകളിലൊക്കെ എഴുതി വയ്ക്കില്ലേ RIP എന്ന്? എന്താ അർത്ഥം? റെസ്റ്റ് ഇൻ പീസ്, ശാന്തമായിട്ട് വിശ്രമിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് മരണമെന്ന് പറഞ്ഞാൽ ഒരവസാനമല്ല. മരണം ഒരു ഉറക്കമാണ്. ഉറങ്ങാൻ നമുക്ക് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ മരിക്കാനും നമുക്കിഷ്ടമാണ്. അത് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു നല്ല മരണം ഞാൻ എപ്പോഴും പറയും, നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നറിയോ? എനിക്ക് നിനക്ക് ലഭിക്കുക ഏറ്റവും വലിയ ഭാഗ്യം, അനുഗ്രഹം, നല്ല മരണം. നല്ല മരണം കിട്ടണം. എന്താണ് നല്ല മരണം എന്ന് പറഞ്ഞാൽ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നേരത്തെ കണ്ടേ, ക്രിസ്തുവിൻ്റെ കൃപാവര പൂർണ്ണതയിൽ ജീവിക്കണം. ഉദാശയിലൂടെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് പാപത്തിന് മരിച്ച് ലോകത്തിന് മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ, ആ കൃപാവരത്തിൽ ജീവിച്ചാൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് മരണം ഒരു ഉറക്കമാണ്, ഒരു വിശ്രമമാണ്. അതിനുശേഷം നമ്മളെല്ലാവരും ഈ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. മരണം ഒരു അവസാനമല്ല മക്കളെ, മരണം നല്ല ഉറക്കം. ഇനി അങ്ങനെ ഉറങ്ങണമെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കണം. മര്യാദയ്ക്ക് ഉറങ്ങണമെങ്കിൽ എങ്ങനെയാണ് ഉറങ്ങണേ? നമുക്കറിയാം, നമ്മൾ ശരീരം വീട്ടിൽ നിന്ന് എടുക്കെടുക്കാനും മുമ്പ് പുരോഹിതൻ വന്ന് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവസാനം നമ്മുടെ തലയിൽ മുടി വയ്ക്കും. മുടി അപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അതിന് മുമ്പ് കപ്പ്യാരി പറയും, എന്താ പറയുന്നത്? ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ഇങ്ങനെ ജീവിക്കണം, എന്നിട്ടേ മരിക്കാവൂ. കണ്ണി കണ്ട, അല്ലാണ്ട് കണ്ണി കണ്ട പോഖരി തെരഞ്ഞാണ് ജീവിക്കരുത്. വെള്ളം അടിച്ച് വെണ്ണ ഒഴിച്ച് ജടിക പാപം ചെയ്ത് അങ്ങോട്ടും കറങ്ങി ഇവിടെയും കറങ്ങി അതും കണ്ട് ഇതും കണ്ട് അഴകുള പരിപാടി ജീവിക്കരുത്. കർത്താവിൻ്റെ മക്കള് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണമെങ്കിൽ നല്ലവണ്ണം യുദ്ധം ചെയ്യണം, ഓട്ടം പൂർത്തിയാക്കണം, വിശ്വാസം സംരക്ഷിക്കണം, എന്നിട്ട് മരിക്കണം. നമുക്കറിയാം, എന്നിട്ട് ഉറങ്ങണം. സെറ്റപ്പ് ഉറക്കം നമുക്കറിയാം. നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്ഷീണിച്ച് മടുത്ത് കിടക്കാമെന്ന് ഓർത്തോ, എങ്ങനെ ഉറങ്ങും നമ്മൾ രാത്രി? എങ്ങനെ ഉറങ്ങും? വാഴത്തട വെട്ടിയിട്ട പോലെ എന്നൊക്കെ പറയില്ലേ, പോത്തുപോലെ വാഴത്തട വെട്ടിയിട്ട പോലെ കിടന്നുറങ്ങും. കാരണം ക്ഷീണിച്ച് മടുത്താ കിടക്കണം. ഇതുപോലെ ആകണം മക്കളെ. സ്വർഗത്തിനു വേണ്ടി, വചനത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ വിശ്വാസം ഈ ശപിക്കപ്പെട്ട മണ്ണില്, ഈ ലോകത്തില് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മദ്യത്തിൻ്റെ, ലഹരിയുടെ, പല പല പൈശാചികമായ പ്രവൃത്തികളുടെ സ്നേഹത്തിലൂടെ വശീകരിച്ച് നശിപ്പിക്കുന്ന ഈ ലൗജികാദികൾ പോലുള്ള പല പൈശാചികതകളുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ ഉയർത്തി, ക്രിസ്തുവിന് വേണ്ടി, വചനത്തിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി ജീവിക്കണോ നിനക്ക്? യുദ്ധം ചെയ്യണം, യുദ്ധം ഓടണം, വിശ്വാസം സംരക്ഷിക്കണം. എളുപ്പമുള്ള പരിപാടി ഒന്നുമില്ല മക്കളെ. അങ്ങനെ ജീവിക്കണമെങ്കിലുണ്ടല്ലോ കഷ്ടപ്പാടുണ്ട്. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ത്യാഗം ചെയ്യണം, ഒത്തിരിയേറെ കഷ്ടപ്പെടണം. കൂട്ടുകെട്ടുകൾ വേണ്ടെന്ന് വയ്ക്കണം, പല സുഖങ്ങൾ വേണ്ടെന്ന് വയ്ക്കണം, സിനിമ വേണ്ടെന്ന് വയ്ക്കണം, ലോകത്തിൻ്റെ കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കണം. അതിനെതിരെ ചെറുക്കണം, അതിനെതിരെ യുദ്ധം ചെയ്യണം. കഷ്ടപ്പാടാ. അങ്ങനെ യുദ്ധം ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ ഉറക്കം. ബെഡോട് ബെഡായിട്ട് കിടന്നുറങ്ങണ പോലെ
മരിച്ച് നമ്മളെങ്ങനെ കിടന്നുറങ്ങും? മണ്ണോട് മണ്ണായി ചേർന്ന് കിടന്നുറങ്ങും. എന്നാ സെറ്റപ്പ് ഉറങ്ങും. ധ്യാനിച്ചൊക്കെ ബെഡോട് ബെഡായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങണ പോലെ മണ്ണോട് മണ്ണായി ചേർന്ന് കിടക്കും. ദാനിയേലിന്റെ പുസ്തകത്തില് 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തില് യുഗാന്ത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവമായ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. യുഗാന്ത്യത്തെക്കുറിച്ച് പറയുമ്പോൾ 12:2 ദാനിയേൽ പറയാണ്, ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. ഉണ്ടോ? ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരൂന്ന്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മരിച്ചവരെ കുറിച്ച് നമ്മളൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ദം സ്ലീപ്പ്. അവർ ഉറങ്ങാണെന്ന് അവര് യുഗാന്ത്യത്തില് അന്ത്യവിധി ദിവസം ഭൂമിയിലെ പൂഴിയിൽ ഉറങ്ങുന്ന അനേകർ ഉണർന്നെഴുന്നേൽക്കും. ഒരു കാര്യമുണ്ട്, ചിലർ നിത്യജീവനും മറ്റു ചിലർ നിത്യനിന്ദയ്ക്കും ശിക്ഷയ്ക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മരണത്തെയല്ല പേടിക്കണ്ടേ, ജീവിതത്തെ പേടിക്കണ്ടേ. നല്ല പോലെ ജീവിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, സ്വർഗത്തിന് വേണ്ടി ജീവിക്കുക, അതാണ് വേണ്ടത്. അങ്ങനെ ജീവിച്ചാൽ നല്ലവണ്ണം യുദ്ധം ചെയ്യും, വിശ്വാസം സംരക്ഷിക്കും, വെള്ളം ചേർക്കത്തില്ല, നോ കോംപ്രമൈസ്. മര്യാദ എടുത്തു നോക്കിക്കേ, പാപത്തേക്കാൾ മരണം. ഇന്ന് ജീവിക്കാൻ വേണ്ടി എന്ത് കോംപ്രമൈസും ചെയ്യും. പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി, നിത്യജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചെറുത്തു നിന്ന് അതിൻ്റെ പേരിൽ മരിച്ച കൊച്ച്. ഞാൻ പറയും, ഈ വെള്ളം അടിച്ചും പെണ്ണും പിടിച്ചും ലോകസുഖമൊക്കെ അനുഭവിച്ച് ഒരു 10-100 വയസ്സ് ജീവിക്കണക്കാനും ഭേദം സ്വർഗത്തിന് വേണ്ടി പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിച്ച് ഒരു 10-15 വയസ്സ് നമുക്ക് മരിച്ചു നോക്കോ? അയ്യോ, അതാണ് നല്ലതെന്ന് ഞാൻ പറയണേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സ്വർഗം കണ്ടവനെ സംബന്ധിച്ച് മരിക്കാനൊന്നും പേടിയൊന്നുമില്ല. ചില പേര് അച്ഛൻ ഇങ്ങനെ പറയും, അങ്ങനെ പറയില്ലേ, ഇങ്ങനെ പറയില്ലേ, കൊന്നുകളയും. കൊല്ലാണെ കൊല്ലട്ടങ്ങാതെ അന്തസ്സായിട്ട് മരിക്കാലോ. ഇതാണ് മനുഷ്യന്റെ ക്രിസ്ത്യാനിയുടെ ജീവിതം. അതാണ് പറഞ്ഞ്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവൻ അവൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ സന്നദ്ധനാണ്. അവന്റെ വചനത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി അവൻ ജീവിക്കും. അതിന് തടസ്സപ്പെടുത്തുന്ന ഒന്നിനും നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. ഈ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു സത്യം അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യ. നമുക്കൊരു പേടിയൊന്നുമില്ലടാവേ. കാരണം എന്താണ്? നമ്മളെ കൂടി എന്നത് സംഭവിക്കും, കൊന്നളയും. കൊന്നാലെന്താ പ്രശ്നം? ക്രിസ്തുവിൽ മരിക്കുന്നവനെ സംബന്ധിച്ച് സ്വർഗ്ഗം ഉറപ്പാ. പിന്നെ മരിച്ച പ്രശ്നമുണ്ടോ? അപ്പം നമ്മൾ ഈ രോഗങ്ങൾ വരുമ്പോൾ, ഒരു എന്താ പറയുക, മരണത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ പേടിക്കൊന്നുമില്ല. പക്ഷെ അങ്ങനെ ജീവിക്കണം, സ്വർഗം കണ്ട് ജീവിക്കണം. ഇന്ന് അനേകം മക്കൾ മരിക്കൂടങ്ങാതെ നീ മരിക്കാണ്ടിരിക്കുക. ലാസർ ഉയർത്തു, മരിച്ചില്ലേ? ജായറൂസർ വെച്ചപ്പോൾ ജീവിച്ചിരിക്കണ്ട, മരിച്ചു. അപ്പം മരിച്ചവരെ ഉയർപ്പിക്കാൻ വേണ്ടി ചില ആൾക്കാർ നടക്കുന്നുണ്ട്. എന്തിന്? മരിച്ചവർ മരിച്ചോട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മരണത്തെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാണുക. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വചനത്തിൽ ഈ ഉറക്കത്തെക്കുറിച്ച് ഒന്നും കൂടി പറഞ്ഞുറപ്പിക്കുന്നുണ്ട് ഈശോ. യോഹന്നാന്റെ സുവിശേഷം 5:28-29 അവിടെ പറയാണ്, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. കണ്ടോ മക്കളെ? കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. കല്ലറകളിൽ ഉറങ്ങുന്നവര്, കല്ലറകളിൽ വസിക്കുന്നവര്, നമ്മുടെ മരിച്ചുപോയവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കല്ലറകളിൽ നല്ല ഉറക്ക. അവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ. അത് നീതിവിധിയുടെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് ദിവസങ്ങൾ കൂടുതൽ കാണും. അതുകൊണ്ട് മക്കളെ, മരണം ഒരു ഉറക്കമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മരണത്തെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ സഭാമാതാവ് ഈ മരണവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മക്കളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന കേന്ദ്രം 1014 സഭ തൻ്റെ മക്കളെ
ഈ മരണത്തിനു വേണ്ടി ഒരുക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അയാൾ പറയാണ്, നമ്മുടെ മരണത്തിൻ്റെ മണിക്കൂറിനായി നമ്മെ തന്നെ ഒരുക്കാൻ സഭ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. വിശുദ്ധന്മാരുടെ ലുത്തിനിയായിൽ സഭ ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. എന്താണ്? പെട്ടെന്നുള്ളതും മുൻകൂട്ടി കാണാത്തതുമായ മരണത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വീണ്ടും നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിൽ ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമ്മൾ ദൈവമാതാവിനോട് യാചിക്കാനും സൗഭാഗ്യപൂർണമായ മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാനും സഭ ആവശ്യപ്പെടുന്നു. കണ്ടോ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കണം, എന്താണ്? പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. നമ്മൾ തിരുഹൃദയ ലുത്തിനിയുടെ മുമ്പൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്താണ് പെട്ടെന്നുള്ള മരണം? ആൾക്കാർ വിചാരിക്കും വണ്ടി ഇടിച്ചുള്ള മരണമാണ്. ഞാൻ ഓർക്കുക, എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് മരിച്ചു. ഒരാകസ്മികമായ മരണമായിരുന്നു. അപ്പച്ചൻ 77 വയസ്സുണ്ട്, നല്ല ആരോഗ്യം ഉള്ള അപ്പച്ചൻ ജാതിക്കായ പറിക്കാൻ വേണ്ടി ജാതി മരത്തെ കയറിയതാണ്. അവിടെ നിന്ന് വീണു. അപ്പന വീണ് ഇവിടെയൊക്കെ ഭയങ്കര ഇഞ്ചുറി പറ്റി എഴുന്നേറ്റിരുന്നു. എളാമ അപ്പച്ചൻ്റെ അനിയൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, വിളിച്ചു. അടുത്ത് അവിടെ വന്നു. അവരെ അപ്പോഴേക്കും ഒത്തിരിയേറെ ഇഞ്ചുറീസൊക്കെ പറ്റിയിരുന്നു, ഒത്തിരിയേറെ മുറിവും അസ്ഥികൾ കൊടിഞ്ഞിരുന്നു. അങ്ങനെ ആശുപത്രി എത്തിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ ഒത്തിരിയേറെ സഹിച്ച് വേദനയൊക്കെ അനുഭവിച്ചിട്ട് മാതാവേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒക്കെ അപ്പൻ ആശുപത്രിയിലെത്തി. ഞാനവിടെ ചെല്ലുമ്പോഴേക്കും സ്കാനിങ് അപ്പം ഞാൻ സ്കാനിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പച്ചൻ ഈ ലോകത്തോട് വിട പറയാൻ പോകണം. ഞാൻ ആ സമയത്ത് ഓർക്കുന്നുണ്ട്, ഈശോയെ, അപ്പച്ചൻ്റെ മകൻ എന്ന നിലയിൽ അഭിഷിക്തൻ്റെ അധികാരത്തോടു കൂടി ഞാൻ പറഞ്ഞു, അപ്പച്ചൻ്റെ ആത്മാവിനെ അങ്ങ് പ്രത്യേകമാവിധം കഴുകി വിശുദ്ധീകരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയും അപ്പച്ചൻ ചെയ്തു പോയ സകല പാപങ്ങൾക്ക് വേണ്ടി അപ്പന് വേണ്ടി അപ്പൻ്റെ മോനായി ഞാൻ കർത്താവിനും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൻ്റെ അമ്മയുടെ വിവാഹത്തിൻ്റെ 50-ാം വാർഷികമായിരുന്നു ഈ കഴിഞ്ഞ വർഷം. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ 25-ാം വാർഷികവും. അന്ന് വിശുദ്ധ കുർബാന മധ്യേ ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, എന്താണേലും ഗോൾഡൻ ജൂബിലി കഴിഞ്ഞു, ഇനി നല്ല മരണത്തിന് ഒരുങ്ങിക്കോ. വീട്ടുകാരോടും പറഞ്ഞു, അനിയന്മാരോടും മക്കളോടും പറഞ്ഞു, നല്ല പോലെ അപ്പൂപ്പിനെ അമ്മയൊക്കെ നോക്കിക്കോ, നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞു. കാരണം ഞാൻ എപ്പോഴും അപ്പനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പനും അമ്മയും ഇവിടെ ദീർഘകാലം ജീവിച്ചിരിക്കണമെന്നല്ല എൻ്റെ ആഗ്രഹം, നിങ്ങൾ സ്വർഗത്തിൽ പോകണം. ഞാൻ ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കും. ഇതിന് ശേഷം ഞാൻ അപ്പം മരിക്കണേക്കാനും കുറച്ച് ദിവസങ്ങൾ ഞാൻ ഇടയ്ക്ക് ചെന്ന് പറയും, ഒരുങ്ങിക്കോട്ടാ, മരിക്കാറായിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ ഞാൻ പറയും. മരണത്തെക്കുറിച്ച് ഇറക്കി ഓർമ്മപ്പെടുത്തുമായിരുന്നു. എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഞാൻ ആ ജൂബിലിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മക്കള് സിസ്റ്റേഴ്സാ, നീ തുട്ടറ പറഞ്ഞ് ഈ നല്ലൊരു ദിവസം മരിക്കാനൊക്കെ ഒരുങ്ങാനേ പറയണേ. ഞാൻ പറഞ്ഞു, ഇതൊക്കെ സത്യമല്ലേ, അവരൊക്കെ ഒന്ന് ഓർത്തിരുന്നോട്ടെ. ഒരു മരണചിന്ത എപ്പോഴും നമുക്ക് വേണം. അങ്ങനെ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് അപ്പന് എന്താ പറയുക, ഭയങ്കര വേദന കൊണ്ട് പൊളയാ. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത്, അപ്പൻ്റെ കർത്താവെ, അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ പാപങ്ങൾ അങ്ങ് ഏറ്റെടുക്കണം, കുരിശിൽ ചിന്തിയ രക്തം, പാപപരിഹാര ബലിയുടെ യോഗ്യത, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ അപ്പം തന്നെ നല്ല മരണത്തിന് മധ്യസ്ഥനായ യൗസപിതാവിനും നല്ല മരണത്തിന് മധ്യസ്ഥയായ വിശുദ്ധ അന്നാമ്മ പുണ്യവതി മാതാവിൻ്റെ അമ്മ നല്ല മരണത്തിന് മധ്യസ്ഥ 2 പേരെയും അപ്പനെ ഏൽപ്പിച്ചു കൊടുത്തു. മിഖായേൽ മാലാഖയോട് പറഞ്ഞു, സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഏർപ്പെടുത്തി അപ്പച്ചന് അന്ത്യകൂദാശ കൊടുത്തു. അതിനുശേഷം പ്രാർത്ഥിച്ചു. അപ്പച്ചൻ്റെ ആത്മാവ്, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 2:30 പകൽ ഉച്ചകഴിഞ്ഞ് 2:30 അപ്പച്ചൻ വീണു, ആശുപത്രിയിൽ എത്തിച്ചു. രാത്രി ഒരു 3 മണിയോട് കൂടി അപ്പച്ചൻ ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇവിടെ പറഞ്ഞു. ഒത്തിരി സങ്കടമായിരുന്നു പ്രിയപ്പെട്ട. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി അപ്പൻ്റെ വേർപാട്. പക്ഷെ ഞാൻ ഓർക്കുക, ഒത്തിരിയേറെ മക്കൾ പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ അപ്പൻ്റെ അഭിഷിക്തനായ മകൻ ഈശോ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ അഭിഷിക്തൻ്റെ അപ്പനെ ഞാൻ മാനിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മരണം പിന്നീട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്നും എപ്പോഴും അപ്പന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ഒരു വേദന, മാനുഷികമായ വേദന ഉണ്ടായിരുന്നു. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്,
എൻ്റെ അപ്പൻ സ്വർഗത്തിൽ ഉണ്ടാകണം, അത് മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം. അതാ സഭ പറഞ്ഞ്, മക്കളെ ഒരുക്കമുള്ളവരായിരിക്കണം. ആ മണിക്കൂർ കള്ളനെ പോലെ കടന്നു വരും. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. അതെന്താ ചെയ്യണ്ടേ? എപ്പോഴും മരണത്തിന് ഒരുക്കമുള്ളവരായിട്ടിരിക്കുക മക്കളെ. ഇപ്പം ഇത്രയും നമ്മൾ കിടന്ന് ഉറങ്ങൂട്ടോ, എല്ലാം ഉറപ്പുണ്ടോ? നാളെ ഇത് പേടിപ്പിക്കുന്നതല്ല കേട്ടോ. നാളെ എഴുന്നേൽക്കുന്ന ഉറപ്പുള്ളൊരു കൈവയ്ക്കുകയെ ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെന്താ ചെയ്യണ്ടേ? എപ്പോഴും പ്രിയ മക്കളെ, നല്ല മരണത്തിന് വേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അത്രയും മതി. ഇപ്പം അതുകൊണ്ട് ഒരിക്കൽ ഡോൺ ബോസ്കോയുടെ കൂടെ വസിക്കുന്ന ഡൊമിനിക് സാവിയോ കൊച്ചു കുഞ്ഞ. അപ്പോൾ ഇവർ കൂട്ടുകാരോട് ഇപ്പം പറഞ്ഞു, ഇപ്പോൾ ഇടിവെട്ടി മരിക്കാന്നോർത്തോ, നീ എന്ത് ചെയ്യും? അപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു, ഞാനിവിടെ കളിച്ചുകൊണ്ടിരിക്കും. ഇടിവെട്ടി മരിച്ചാലോ? ഇപ്പം ഇടിവെട്ടി നീ മരിക്കും, അല്ലെങ്കിൽ നീ ഇപ്പം മരിക്കും, നീ വീണ് മരിക്കും എന്നറിഞ്ഞെന്ത് ചെയ്യും? ഞാൻ കളിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? അവനത് പറയാനുള്ള. അപ്പം വേറെ കുറേ പേര് പറഞ്ഞു, ഞാൻ ഓടി പള്ളിപ്പോവും, ഞാൻ ഓടി മാതാവിൻ്റെ രൂപത്തിലെടുത്തു പോവും, ഞാൻ കൊന്തയിലും, ഇങ്ങനെയൊക്കെ പറയാം. അപ്പം ഡൊമിനിക് സാവി പറഞ്ഞു, ഞാൻ കളിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? കളിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഞാൻ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന കുഞ്ഞ, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധയിൽ ഞാൻ ഒരുക്കമുള്ള കുഞ്ഞ. ഞാൻ ഈ പന്ത് കളിക്കുന്ന സമയത്ത് മരിച്ചാലും ഞാൻ സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വണ്ടി ഇടിച്ച് മരിച്ചാലും, മരത്തേന്ന് വീണ് മരിച്ചാലും, അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ മരിച്ചാലും, ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചാലും, വെള്ളത്തിൽ പോയി മരിച്ചാലും, മൃഗം പിടിച്ച് തിന്ന് മരിച്ചാലും, എപ്പോൾ മരിച്ചാലും അതല്ല പെട്ടെന്നുള്ള മരണം. എന്താണ് പെട്ടെന്നുള്ള മരണം? ഒരുക്കമില്ലാത്ത അവസ്ഥയിലുള്ള മരണം. അതിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാൻ സഭ നമ്മെ പഠിപ്പിക്കുക, നമ്മെ ഉത്ബോധിപ്പിക്കുക. പിന്നെ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയവും. നമ്മൾ ഈ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എന്നല്ല പറയണേ, ഇപ്പോഴും. നൗ നമുക്ക് 2 സമയം അറിയുള്ളൂ. എന്താണ്? ഇപ്പം ഉണ്ട്, മരണസമയമുണ്ട്. ഇത് രണ്ടും നമുക്ക് ഉറപ്പാ. നാളെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം ഉണ്ട്, ദിസ് ടൈം, നൗ. പിന്നെന്താണ്? മരണസമയം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ഈശോ മാതാവിനോട് പറയുക, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട് മക്കളെ, ഈ മരണസമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമുള്ള സമയം എന്ന് പറയണം. ഞാൻ ഒത്തിരി ഈ മരിക്കാൻ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിട്ടുള്ള അച്ഛനാണ്. ചില മക്കളൊക്കെ ഇങ്ങനെ ചീഞ്ഞ് ഉണങ്ങി പല അവസ്ഥയിൽ കിടക്കുന്ന മക്കളുണ്ട്, മരിക്കാതെയൊക്കെ. അതോടൊപ്പം തന്നെ മരണസമയത്ത് ചിലർക്ക് ഭയങ്കര പേടി, ഭയങ്കര ആകുലത, നിരാശ, കുറ്റബോധം, നഷ്ടബോധം, ഭയങ്കര ദേഷ്യം, ഇങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാരുണ്ട് ഭയങ്കര ശാന്തം, മാതാവിൻ്റെ കൂടെ ഉണ്ട് അച്ഛാ. ഞാൻ കേട്ടിട്ടുണ്ട് പ്രായമായ നല്ല അമ്മച്ചിമാരൊക്കെ, മാതാവിൻ്റെ കൂടെ ഉണ്ട് അച്ഛാ, യൗസപിതാവിൻ്റെ കൂടെ ഉണ്ട്. എന്തുകൊണ്ടാ? യൗസപിതാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയോട് എപ്പോഴും ബന്ധം പുലർത്തി, ഈശോയോട് ചേർന്ന് ജീവിച്ചു. അങ്ങനെ ജീവിക്കാണ്ടല്ലോ. അങ്ങനെ ജീവിച്ചാൽ മരിക്കണ സമയത്ത് മാതാവ് കൂടെയുണ്ടാവും. ആ സമയത്ത് ആർക്കും നമ്മെ സഹായിക്കാൻ പറ്റില്ല. ഞാൻ അനുഭവിച്ചോട്ട് പറയാ, ഞാൻ കണ്ടെത്തിയോണ്ട് പറയാ, മരിക്കണ സമയത്ത് നമ്മെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. നിനക്ക് കഴിയത്തില്ല, നിന്റെ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഈ ലോകത്തില് ഒരാൾക്കും മരിക്കണ സമയത്ത് നമ്മെ ആരെയും സഹായിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മെ സഹായിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൻ്റെ സാന്നിധ്യം വേണം. ഈശോ നമ്മുടെ കൂടെ വേണം, മാതാവ് കൂടെ വേണം, യോസേപ്പിതാവ് കൂടെ വേണം, അന്നാമ്മ കൂടെ വേണം. നമ്മുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനും വിശുദ്ധയും നമ്മുടെ കൂടെ വേണം. നമ്മുടെ കാവൽ മാലാഖ നമ്മുടെ കൂടെ വേണം. മിഖായിൽ മാലാഖ നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കൂടെ വേണം. അങ്ങനെ കൂടെ വേണമെങ്കിൽ അവരെ ഇപ്പം തന്നെ ജീവിക്കുമ്പോൾ തന്നെ കൂടെ ചേർത്ത് പിടിച്ചാൽ മതി. ആ സമയത്തൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ഇങ്ങനെ പറയാറുണ്ട്, നീ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ തന്നെ മരിക്കും. തമ്പുരാൻ്റെ കൂടെ ജീവിക്കുകയാണോ, തമ്പുരാൻ്റെ കൂടെ മരിക്കും. മാതാവിൻ്റെ കൂടെ ജീവിക്കുകയാണോ, മാതാവിൻ്റെ കൂടെ മരിക്കും. സ്വർഗത്തിൻ്റെ കൂടെ ജീവിക്കുകയാണോ, സ്വർഗീയരുടെ കൂടെ മരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തെ പേടിക്കണ്ട, പേടിച്ചിട്ടൊട്ടു കാര്യമില്ല. കാരണം മരിക്കും നീയും ഞാനും. അപ്പം എന്ത് ചെയ്യണം? മരണം എന്തെന്നറിയുക. മരണം ഉറക്കമാണ്. കർത്താവിനോട് കൂടെ മരിച്ച് ഈ ലോകത്തിൽ ഈ കൃപാവരത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ
ജഡത്തിന്റെ പിന്നാലെ പോകാതെ, പിശാചിന്റെ പിന്നാലെ പോകാതെ സ്വർഗത്തിന് വേണ്ടി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒന്നിനോടും അങ്ങട് അഴകൊടയായിട്ട് ജീവിക്കത്തില്ല. അച്ഛന്മാര് നല്ല അച്ഛന്മാരായി ജീവിക്കും. ഒരു പാപത്തിനും പോവില്ല, ഒരു തിന്മയ്ക്കും വിട്ടുകൊടുക്കത്തില്ല. നമ്മുടെ യുവമക്കള്, കന്യാസ്ത്രീമാര് വേണ്ടത്ത പാപത്തിന്റെ പിന്നാലെ പോകത്തില്ല, ലോകത്തിന്റെ പിന്നാലെ പോകത്തില്ല. സ്വർഗത്തിന് പ്രാധാന്യം കൊടുക്കും. വിളിക്കപ്പെട്ട വിളിയോട് വിശ്വസ്തത, വ്രതങ്ങള്, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം പാലിക്കും. കുടുംബജീവിതത്തില് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിക്കും. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് രണ്ട് കാര്യം കൂടി ഇതിൽ എനിക്ക് പറയാനുണ്ട്. എന്നുണ്ടല്ലോ, ഒത്തിരിയേറെ കുടുംബങ്ങളിൽ ഡൈവോഴ്സ്. എത്ര മക്കളെന്നറിയോ? ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ ഭർത്താവിനെ വിട്ട് ഭാര്യനെ വിട്ട് ഡൈവോഴ്സ് ചെയ്യുന്ന കുഞ്ഞ്, നീ ഓർത്തോ, നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് സ്വർഗം. അവിടെ യുദ്ധം ചെയ്യണം, അവിടെ വേദനയുണ്ട്, അവിടെ കഷ്ടപ്പാടുണ്ട്. മരണം വരെ ഈ യുദ്ധം ചെയ്തേക്കണം സ്വർഗത്തിന് വേണ്ടി. ഈ ലോകത്തിന് ഇന്നെല്ലാവരും ഒരു പ്രശ്നമുള്ളത്, എല്ലാവരും ഈ ലോകത്തിന് വേണ്ടി ജീവിക്കണം. ഈ ലോകത്തിന് വേണ്ടി പഠിക്കുന്നു, ഈ ലോകത്തിന് വേണ്ടി സമ്പാദിക്കുന്നു, ഈ ലോകത്തിന് വേണ്ടി സുഖിക്കുന്നു. ഇന്ന് ധ്യാനം കൂടുന്നത് പോലും ഈ ലോകത്തിന് വേണ്ടിയാണ്. അതാണ് വേറൊരു രസം. അത്ഭുതങ്ങൾ, രോഗശാന്തി, ചൊറിച്ചിൽ മാറാൻ, കല്യാണം നടക്കാൻ, വിദേശത്ത് പോകാൻ, IELTS പാസ്സാവാൻ, മക്കളുണ്ടാകാൻ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊന്നുമല്ല സുവിശേഷം. ഈ സത്യമാണ് സുവിശേഷം. ഇതാണ് നിത്യജീവന്റെ സുവിശേഷം. അവിടെ വേദനയുണ്ട്, സഹനമുണ്ട്, യുദ്ധമുണ്ട്, കഷ്ടപ്പാടുണ്ട്, തിരസ്കരണമുണ്ട്. ഇതില്ലാത്ത ജീവിതമുണ്ടോ? കുടുംബജീവിതത്തിൽ സഹനമില്ലേ? കുരിശില്ലേ? ഈ പൗരോഹിത്യത്തില് സഹനുണ്ട്, കുരിശുണ്ട്, കഷ്ടപ്പാടുണ്ട്, അലച്ചിലുണ്ട്. എവിടെ ഇല്ലാത്ത ഉണ്ട്. പക്ഷേ സ്വർഗം കണ്ട് ജീവിക്കുന്നവൻ യുദ്ധം ചെയ്യണം, ഇട്ടിട്ട് പോകരുത്. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴാണ് നമ്മൾ നല്ല അച്ഛന്മാരാകും. ഇപ്പം അച്ഛന്മാർ തന്നെ അവർ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ കാര്യത്തിന് പിന്നെ പോകത്തില്ല. ലോകത്തിൻ്റെ PhD, ലോകത്തിൻ്റെ ഡിഗ്രികൾ, ലോകത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന പ്രവൃത്തികൾ പോകത്തില്ല. സ്വന്തം ആത്മാവിന് വേണ്ടിയും അനേകരുടെ ആത്മാവിന് വേണ്ടിയും ജീവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് സഭയിൽ സംഭവിച്ച വലിയ ദുരന്തം ഈ നിത്യജീവന്റെ സത്യമായ സുവിശേഷം മറന്നുപോയി. മരണമുണ്ട്, വിധിയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ചില ജീവിതങ്ങളൊക്കെ പാപത്തിൽ വീണ്, വ്രതങ്ങൾ ലംഘിച്ച്, ജഡിക പാപത്തിൽപ്പെട്ട് ലോകത്തിൻ്റെ പിന്നാലെ ഒരു മനസാക്ഷ്യമില്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് പ്രവർത്തിക്കുമ്പോൾ ഇവനും ഇവളുമൊന്നും സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ അന്ത്യവിധിയെക്കുറിച്ചോ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വിധി എന്ന് പറഞ്ഞ് നമ്മൾ കാണും, അത് നീതിയുടെ വിധിയാണ്, എൻ്റെ വിധിയാ. അവിടെ കരുണയൊന്നുമില്ല, കരുണയില്ല. ഇപ്പം നിനക്ക് കരുണ കിട്ടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കരുണയിലേക്ക് തിരിഞ്ഞ് കർത്താവിൻ്റെ വചനത്തിന് സമർപ്പിച്ച് അന്ത്യത്തെക്കുറിച്ച് ഓർത്ത് മേലിൽ പാപം ചെയ്യാത്ത രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പൗരോഹിത്യത്തെ നമുക്ക് വിശുദ്ധീകരിക്കാം. നിന്റെ സന്യാസ ജീവിതത്തെ വിശുദ്ധീകരിക്കുക, നിന്റെ അധികാരത്തെ വിശുദ്ധീകരിക്കുക, നിന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കുക, ദാമ്പത്യ ജീവിതത്തെ വിശുദ്ധീകരിക്കുക. ഇട്ടിട്ട് പോയേക്കരുത്. മക്കളെ, വിശുദ്ധിയുള്ള മക്കളായി ജീവിക്കുക, പഠിക്കുക, ജോലി നേട്, കർത്താവിൻ്റെ ഒപ്പം യുദ്ധം ചെയ്യ്. ക്രിസ്തുവിന് സ്വന്തമാക്കുന്ന മക്കളായിട്ട് ക്രിസ്തുവിനോടൊപ്പം മരിക്കുക, അവൻ്റെ കൂടെ ജീവിക്കാം, അവനോടൊപ്പം മരിക്കാം, അവൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കാം. പിന്നെ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവൻ, സ്വർഗ സൗഭാഗ്യം. അതിലേക്ക് നയിക്കുന്ന ഈ മരണം അന്തസ്സോടെ ജീവിച്ച് മരിക്കണം, ആണത്തത്തോടെ ജീവിച്ച് മരിക്കണം. എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, ക്രിസ്തുവിനോട് ചേർന്ന് മരിക്കുന്നവൻ്റെ ജീവിതം ആണത്തുള്ളവനാ. അവൻ ഞഞ്ഞാ പിഞ്ഞ പറയില്ല, അവൻ അഴകുള്ള പരിപാടിക്ക് നിൽക്കത്തില്ല, അവന് അതിൻ്റെയും ഇതിൻ്റെ പിന്നാലെ പോകത്തില്ല. അവൻ ക്രൂശിതനെ പ്രഘോഷിക്കും, അവൻ കുരിശുമരണത്തെ സ്വന്തമാക്കും. ഈ വചനത്തിന് വേണ്ടി അവൻ മരിക്കും. അവന് മരണം പേടിയില്ല, അവന് മരണം പേടിയില്ല. ക്രിസ്ത്യാനി മരണത്തെ പേടിക്കരുത്. മരണം ഒരിക്കലും അവസാനമല്ല, കടന്നു പോകലാണ്. അതെങ്ങോട്ടുള്ള കടന്നു പോകൽ? സ്വർഗത്തിലേക്ക്,
ഇനി ഇതുപോലെ ജീവിച്ചില്ലെങ്കിൽ ഇവിടുന്ന് കടന്നു പോകും. എങ്ങോട്ടായിരിക്കും ആ പോക്ക്? നരകത്തിലേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നല്ലൊരു മരണത്തിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം. മരണം ഒരു അപകടകരമല്ല, പിന്നെയോ അങ്ങനെ വരാനും പാടില്ല. നല്ല ഒരുക്കത്തിൽ ആയിരിക്കുന്ന സമയത്ത് മരിക്കണം, അങ്ങനെ ജീവിക്കണം, അങ്ങനെ മരിക്കണം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് അല്പസമയം പ്രിയപ്പെട്ട മക്കളെ ആരാധനയെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്കൊരു നല്ല, ആരെങ്കിലും പ്രാർത്ഥിക്കണ്ടാവും. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അച്ഛാ എനിക്കൊരു നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രാർത്ഥന സായം കേട്ടിട്ടുണ്ട്, ഒരൊറ്റ എണ്ണം അച്ഛാ എനിക്കൊരു നല്ല മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കാറില്ല. മരണത്തെ പേടിയാ. മരിക്കണ്ടേ? വേണ്ടേ? മരിക്കണം. അപ്പം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ബാക്കിയെല്ലാം കൂടെ തന്നോളും കർത്താവ്. നമ്മൾ ജീവിതത്തെ കർമ്മഗീരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് ദൈവം തരും. വലിയ തിരിച്ചറിവോടെ ഈ ആരാധനയിൽ നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാതിരാജാവിനാരാധന. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാതിരാജാവി ആരാധന. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ, 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 എൻ്റെ യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, വരണമേ, ജീവൻ നൽകുവാൻ, ഈശോയേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, വരണമേ, ഞങ്ങളെ സ്വർഗത്തിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ. ഈശോയേ, വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്. ഈശോയേ, 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 വരണമേ, ഈശോയേ, വരണമേ, ഈശോയേ, വരണമേ. ഇരു കരങ്ങളും ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം മക്കളെ. ഹല്ലേലൂയ. ഈശോയേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ മധ്യേ ജീവൻ നൽകുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ വീണ്ടെടുത്ത് സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ. ഈശോയേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. സ്തുതി, 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 സ്തുതി. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ, ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സാന്നിധ്യം എത്രയോ മഹനീയം.
അങ്ങയുടെ കൂടെ ആയിരിക്കുന്നതിൽ എന്ത് സന്തോഷമെന്നോ. കാരണം അങ്ങ് വന്നത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ. ഈ പാപികളും ബലഹീനരും ദുർബലരുമായ ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച് ജീവൻ നൽകി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രം ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യം എത്രയോ വലുതാണ് എൻ്റെ ഈശോയെ. കർത്താവേ, ഈ സ്നേഹം തിരിച്ചറിയാതെ സ്വർഗത്തിലേക്ക് അങ്ങയിലേക്ക് അടുക്കാതെ അങ്ങയിൽ മരിക്കേണ്ട ജീവിതം മാമോദിസായിലൂടെ കർത്താവേ ഞങ്ങൾ അങ്ങയിൽ മരിച്ചു. ക്രിസ്തുവിന്റെ മരണത്തിന് സദൃശമായ മരണത്തിൽ പങ്കുചേർന്നു. പാപത്തെ നീക്കിയ, ശാപത്തെ നീക്കിയ, മരണത്തെ പരാജയപ്പെടുത്തിയ, പിശാചിനെ എന്നേക്കുമായിട്ട് നിത്യനരകത്തിലേക്ക് താഴ്ത്തിയ അങ്ങയുടെ കുരിശുമരണത്തിൽ അങ്ങയോട് ഒന്നു ചേർന്നവരാണ് ഞങ്ങൾ. കർത്താവേ, ആ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അങ്ങയുടെ സ്നേഹത്തില്, അങ്ങയുടെ വചനത്തില്, അങ്ങയുടെ ജീവന സമൃദ്ധിയില്, കൃപാവര സമൃദ്ധിയില് ഞങ്ങൾ ജീവിച്ച് ഇവിടെ ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് മരണമില്ലെന്ന് അങ്ങ് പറഞ്ഞില്ലേ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈശോയെ, ഇതിൽ പരം എന്ത് ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കാനുള്ള. ഈ ഭാഗ്യം തിരിച്ചറിയാതെ ഞങ്ങൾ ലോകത്തിന്റെ പിന്നാലെ, സമ്പത്തിന്റെ പിന്നാലെ, ജഡിക മോഹത്തിന്റെ പിന്നാലെ, സൗകര്യത്തിന്റെ പിന്നാലെ, ബിസിനസിന്റെ പിന്നാലെ, വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ, ലോക സുഖഭോഗത്തിന്റെ പിന്നാലെ പോയി ഞങ്ങൾ ഈ ലോകത്തിന് അടിമപ്പെട്ടു പോയി. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മെ വിളിക്കുന്നു. ഈശോയിൽ ആയിരിക്കാൻ, ഈശോയുടെ കൃപയുടെ സമൃദ്ധിയിൽ ജീവിക്കാൻ, ക്രിസ്തുവിനോട് ചേർന്ന് മരിക്കാൻ, ക്രിസ്തുവിൽ മരിക്കാന്ന് പറഞ്ഞാൽ ലോകത്തെ, പാപത്തെ, ജഡത്തെ, പിശാചിനെ, അവനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് കർത്താവിനത് മാത്രമായി ജീവിക്കാൻ ഈശോ വിളിക്കുന്നു. മക്കളെ, ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് നൽകിയ ദിവ്യ സന്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് ഐക്യപ്പെടാൻ, ഈശോയുടെ ഒന്നായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഈശോ ഇതാ സ്നേഹത്തോടെ, കരുണയോടെ നമ്മെ വിളിക്കുന്നു. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മൾ ഈശോയിൽ ഒന്നായി തീരാനാ. നമ്മുടെ ഉള്ളിലേക്ക് ദിവ്യകാരുണ്യമായി കടന്നു വരുന്നത്, നമ്മുടെ മധ്യേ ഈശോ ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്നത്, ദിവ്യ സക്രാരിയില്, ഈ അരുളിക്കായില് ജീവന്റെ അപ്പമായിട്ട് ഈശോ വന്നിരിക്കുന്നത് ഈ ഒരു അഭിഷേകത്തിലേക്ക്, ഈ ഒരു ഐക്യത്തിലേക്ക്, യേശുവിലേക്ക് നമ്മെ കൊണ്ടുവരാനാ. ആ സ്നേഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ നമുക്കായിരിക്കാം. ഈശോയെ, ഞാൻ വരുന്നു. നിൻ ഹൃദയത്തിലവനിടം താ. ഈശോയെ, നിൻ ഹൃദയത്തിലവനിടം താ. ഈശോ, വാനി യേശുവിങ്കൽ വാ. ഇതാ വരുന്നു കർത്താവേ, അങ്ങയുടെ മക്കൾ. നിൻ ഹൃദയത്തിലവനിടം താ. ഹൃദയം തുറന്ന് ഈശോയെ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. നിൻ ഹൃദയത്തിലവനിടം താ. ഒറ്റ വിളി യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് എന്റെ യേശുവേ വരണമേ. ഈശോയേ വരണമേ. ഈശോയേ, വന്നപ്പോൾ നീ എന്തു കൊണ്ടുവന്നു, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും. എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു, ഇനി അങ്ങനെ നീ ലോകം വിട്ടു പോകും. വാനി യേശുവിങ്കൽ വാ. ഈശോ വിളിക്കുന്നു മക്കളെ. നിൻ ഹൃദയത്തിലവനിടം
താ നിൻ ഹൃദയത്തിലവനിടം താ നിൻ ഹൃദയത്തിലവനിടം താ. കർത്താവേ, നൈമിഷികമായ ഈ ലോക ജീവിതം മോശയിലൂടെയും യാക്കോബിലൂടെയും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ഈ ജീവിതം പരദേശ ജീവിതമാണ്. നിത്യമായ ഭവനം സ്വർഗമാണ്. ഏറിയാൽ 70 അല്ലെങ്കിൽ 50 മാത്രം. ഈ ലോകത്തിൽ ഞങ്ങൾക്കൊന്നും സ്വന്തമായിട്ടില്ല. കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതമാണ്. ഒത്തിരിയേറെ ദുരിതങ്ങളും ദുഃഖങ്ങളും നിറയപ്പെട്ടതാണ്. എന്നാൽ അതിനുശേഷം ഞങ്ങൾക്ക് ഒരു സ്വർഗ സൗഭാഗ്യമുണ്ട്. മരണത്തിലൂടെ ഞങ്ങൾ ഈ ലോകം വിട്ട് കടന്നു പോകും സ്വർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക്. ഈശോയെ, ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ജീവിക്കേണ്ടവരല്ല. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ കർത്താവേ, ഞങ്ങൾ വലിയ ഭോഷന്മാരാണ്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ മക്കൾ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു, ലോകത്തിന് വേണ്ടി പഠിക്കുന്നു, ലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, ലോകത്തിന് വേണ്ടി സമ്പാദിക്കുന്നു. ഈ നൈമിഷികമായ ഈ ജീവിതത്തിന് വേണ്ടി കർത്താവേ, ദിവ്യകാരുണ്യ ഈശോയെ, ഈ രാത്രിയിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ജ്ഞാനമുള്ള മക്കളാക്കണേ, തിരിച്ചറിവുള്ള മക്കളാക്കണേ, നിത്യജീവന്റെ വചനങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളാക്കണേ, നിത്യജീവന് വേണ്ടി ജീവിക്കുന്നവരാക്കി മാറ്റണേ. ഈ ലോകത്തിലെ നീർപ്പോള പോലുള്ള ജീവിതം അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. കർത്താവേ, ഈ ലോക സുഖഭോഗങ്ങൾ നീർപ്പോളയാണ്. ഈ ലോക ജീവിതം അസ്ഥിരമാണ്. ഈ വലിയ സത്യം അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നല്ലോ കർത്താവേ. ഈ സത്യം ഞങ്ങൾ അറിയട്ടെ. ഈ സത്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ, ബുദ്ധിയിൽ നിറയട്ടെ, മനസ്സിൽ നിറയട്ടെ, ജീവിതത്തിൽ നിറയട്ടെ. ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ, വലിയ ദാഹത്തോടെ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഒരു തിരിച്ചറിവ് എല്ലാ മക്കൾക്ക് നൽകണമേ. ഈ ലോക ജീവിതം നൈമിഷികമാണ്, അസ്ഥിരമാണ്, നീർപ്പോളയുള്ള ജീവിതമാണ്. ഇത് പെട്ടെന്ന് തീരും, പെട്ടെന്ന് അവസാനിക്കും. കർത്താവേ, ഈ നൈമിഷിക ജീവിതത്തിന് വേണ്ടി ജീവിക്കാതെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ, നല്ല മരണത്തിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാൻ കർത്താവേ കൃപ 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 കൃപ. അഭിഷേകം അഭിഷേകം, ശക്തി ശക്തി ശക്തി, വലിയ ദൈവിക ജ്ഞാനം, തിരിച്ചറിവ് എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ, എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ, അങ്ങയുടെ മക്കൾക്ക് ലഭിക്കട്ടെ, പുരോഹിതർക്ക് ലഭിക്കട്ടെ, സന്യസ്തർക്ക് ലഭിക്കട്ടെ, അധികാരികൾക്ക് ലഭിക്കട്ടെ, കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ, ദാമ്പത്യ ജീവിതത്തിന് ലഭിക്കട്ടെ, യുവമക്കൾക്ക് ലഭിക്കട്ടെ, കുഞ്ഞുമക്കൾക്ക് ലഭിക്കട്ടെ. അങ്ങനെ എല്ലാ മക്കളും ഈശോയെ അങ്ങയിലേക്ക് ഓടി അടയട്ടെ, അങ്ങയിലായിരിക്കട്ടെ, അങ്ങയിൽ മരിക്കട്ടെ, അങ്ങയിൽ ജീവിക്കട്ടെ. അങ്ങയിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കില്ലല്ലോ, മരിച്ചാലും ജീവിക്കുമല്ലോ കർത്താവേ. അവന് മരണമില്ലല്ലോ ഈശോയെ. ആ ജീവന്റെ സമൃദ്ധി എന്നുമായിരിക്കുവാൻ, ആ ജീവന്റെ സമൃദ്ധിയിൽ എന്നും ജീവിക്കുവാൻ കൃപ നൽകണമേ. വലിയ ദാഹത്തോടെ ഈശോയെ അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ക്രൈസ്തവ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകം അഭിഷേകം നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ദൈവിക ജ്ഞാനം നിറയട്ടെ, ദൈവികമായ അറിവ് ലഭിക്കട്ടെ. ശിവേ സ്തുതി സ്തുതി, ആരാധന ആരാധന ആരാധന. നന്ദി 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 നന്ദി. കൃപ ചൊരിയണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനമായി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ.
പരിശുദ്ധാത്മാവ് എല്ലാ മക്കളിൽ നിറയണമേ. പരിശുദ്ധാത്മാവ് എല്ലാ മക്കളെയും ബലപ്പെടുത്തണമേ. കൃപകൾ നൽകണമേ. എന്നിൽ നിറയണമേ. ദിവ്യകാരുണ്യീശോയെ, മരണത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് വളരെയേറെ സ്നേഹത്തോടെ പഠിപ്പിച്ചു തന്നു. മരണം ഒരു ഉറക്കമാണ്, അങ്ങയിലുള്ള ഉറക്കം. അങ്ങയുടെ കരങ്ങളിൽ അങ്ങയോൾ ജീവിച്ച് അങ്ങയിൽ മരിക്കുന്നവൻ അങ്ങയിലാണ്. ക്രിസ്തുവിൽ അവനോടുകൂടെ മരിച്ചുവെങ്കിൽ ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടും. അതിനു മുമ്പുള്ള ഒരു ശാന്തമായ ഉറക്കം, വിശ്രമം, റെസ്റ്റ് ഇൻ പീസ്. കർത്താവേ, ഞങ്ങളതിനു വേണ്ടി നന്നായിട്ട് ഒരുങ്ങണം, ജീവിക്കണം. ഈ ഒരു വലിയ തിരിച്ചറിവ് നൽകി മരണത്തെക്കുറിച്ചുള്ള പേടി മാറ്റി. പൗലോസ്ലീഹായെ പോലെ എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. കർത്താവേ, ആ ഒരു വലിയ സ്വാതന്ത്ര്യം അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് നൽകണമേ. അതിനനുസരിച്ച് ഞങ്ങൾ അങ്ങയിൽ ജീവിക്കട്ടെ. ഈശോയെ, അങ്ങയിൽ ഞങ്ങൾ മരിക്കട്ടെ. മരണം ഒരു അവസാനമല്ലല്ലോ കർത്താവേ. ഈ ഒരു വലിയ സത്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് ഒരു നല്ല മരണത്തിനു വേണ്ടി ഒരുങ്ങാൻ, എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാൻ, നിരാശപ്പെടാതെ, മരണത്തെ ഓർത്ത് സങ്കടപ്പെടാതെ സ്വർഗത്തിനു വേണ്ടി ജീവിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന പ്രത്യാശയുടെ നിത്യജീവന്റെ സുവിശേഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ ദിവസങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിത്യജീവന്റെ ഈ സുവിശേഷം സ്വീകരിച്ചാൽ, വചനം പറഞ്ഞില്ലേ, നീ നിന്റെ ജീവിതാന്ത്യത്തെക്കുറിച്ച് ഓർക്കണം, അപ്പോൾ നീ പാപം ചെയ്യില്ല. അച്ഛൻ എത്ര വട്ടം പറഞ്ഞു ഈശോ നമ്മോട്? നല്ല അച്ഛന്മാരാകും, നല്ല കന്യാസ്ത്രീമാരാകും, നല്ല ഭർത്താവ്, നല്ല ഭാര്യ, നല്ല അപ്പൻ, നല്ല അമ്മ, നല്ല അമ്മായിയമ്മ, നല്ല മരുമകൾ, നല്ല അമ്മായിപ്പൻ, നല്ല മരുമകൻ, നല്ല യുവമക്കൾ, നല്ല കുഞ്ഞുമക്കൾ. തമ്പുരാനോട് ചേർന്ന് മക്കൾ ജീവിക്കും, നന്നായിട്ട് പഠിക്കും, വിശുദ്ധിയിൽ ജീവിക്കും, കൂട്ടുകെട്ടിൻ്റെ പിന്നാലെ പോകത്തില്ല, പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടില്ല, മദ്യത്തിന് അടിമപ്പെടില്ല, ദുശീലങ്ങൾക്ക് അടിമപ്പെടില്ല. എത്രയോ സൗഭാഗ്യമുള്ള ജീവിതം ജീവിക്കും മക്കളെ. കർത്താവേ, ഈ ഒരു അഭിഷേകം, ഈ ഒരു തിരിച്ചറിവ് അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. അങ്ങയുടെ മക്കൾ അങ്ങ് പറയണ പോലെ ജീവിക്കട്ടെ. എൻ്റെ ഈശോയെ, അങ്ങ് പറയണ പോലെ ജീവിക്കട്ടെ, അങ്ങയിൽ ജീവിക്കട്ടെ. അഭിമാനത്തോടെ, അന്തസ്സോടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ, ഒന്നും പേടിക്കാതെ, മരണത്തെ പേടിക്കാതെ, ശത്രുവിനെ പേടിക്കാതെ, ജീവന്റെ സമൃദ്ധിയിൽ കർത്താവ് ഞങ്ങൾ ജീവിക്കട്ടെ. അതിനു വേണ്ട എല്ലാ അഭിഷേകവും കൃപകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം എൻ്റെ പ്രിയ മക്കളെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, ക്രൈസ്തവ ജീവിതത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, എല്ലാ മക്കൾക്കും വേണ്ടി കരങ്ങൾ ഉയർത്തി ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ കർത്താവേ, ശക്തി വ്യാപരിക്കട്ടെ, ദൈവിക ചൈതന്യം നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരെന്നല്ലേ മരിച്ചവരെ കുറിച്ച് പറയാ. അതേ മക്കളെ, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി ഇനി നമ്മളാണ് മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ത്യാഗപ്രവർത്തികളും സൽപ്രവർത്തികളും നമ്മുടെ ബലിയർപ്പണങ്ങളും നമ്മുടെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പാപത്തിൻ്റെ മാലിന്യങ്ങൾ കഴുകി വെടിപ്പാക്കപ്പെടട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ ശാന്തമായിട്ട് വിശ്രമിക്കട്ടെ. കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരെ അവർ കല്ലറകളിൽ വിശ്രമിക്കട്ടെ. അവരെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, അനേകം ഭൂമിയിൽ പൂഴിയിൽ ഉറങ്ങുന്നവർ ഉണർന്നെഴുന്നേൽക്കും. അവരുറങ്ങുകയാണ്. മണ്ണോട് മണ്ണായി ചേർന്ന് വിശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളും ഒരു നല്ല മരണത്തിന് വേണ്ടി ഈ ലോകത്ത് ജീവിക്കട്ടെ. ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ.
ഞങ്ങൾ ഓട്ടം പൂർത്തിയാക്കട്ടെ, ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കട്ടെ. കർത്താവേ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് കാക്കണം എന്ന് പറഞ്ഞാൽ ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണം. ഞങ്ങളുടെ മരണസമയത്ത് കർത്താവേ, അങ്ങയുടെ ദൂതന്മാരെ അയക്കണമേ, മാലാഖമാരെ അയക്കണമേ. പരിശുദ്ധാമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ, വിശുദ്ധ യോസേപ്പ് പിതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ, വിശുദ്ധ അന്നാമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ, സ്വർഗീയർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ മരിക്കട്ടെ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ മരിക്കട്ടെ. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ ഈശോയെ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിർത്തണമവർ വലഭാഗത്ത്. നിന്റെ മഹത്വമുദീക്കും നിർത്തണമവർ വലഭാഗത്ത്. ദിവ്യകാരുണ്യനാഥ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ സെപ്റ്റംബർ മാസം 25-ാം തീയതി വരെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിത്യജീവന്റെ സുവിശേഷം ഞങ്ങൾക്ക് നൽകുമ്പോൾ അത് സ്വീകരിക്കുവാനുള്ള കൃപയും അഭിഷേകവും അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ അഭിഷേക ശുശ്രൂഷ ഷെക്കേന ചാനലിലൂടെ ദൈവം ഈ കാലഘട്ടത്തില് നിത്യജീവന്റെ സുവിശേഷം നമുക്ക് തരുമ്പോ അത് സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം വലിയ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. നിത്യജീവനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എന്നും നിത്യമായ ജീവിതത്തിൽ സ്വർഗത്തിൽ വസിക്കേണ്ട കാര്യങ്ങൾ, അതിനുവേണ്ടി നമ്മൾ അറിയണം, ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഇതാണ് സത്യസുവിശേഷം. അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. മാത്രമല്ല, അനേകരോട് ഇത് പറയണം. ഈ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ സ്വന്തമാക്കിയെടുത്താൽ സത്യം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, പൗരോഹിത്യം അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും, ദാമ്പത്യം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് സകലമാന മേഖലകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് പ്രിയ മക്കളെ, ഈ കാലഘട്ടത്തിന് സുവിശേഷം ഹൃദയത്തിൽ ഏറ്റെടുക്കുക. മാത്രമല്ല, അനേകരോട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ബന്ധുക്കളോടും ഈ സുവിശേഷത്തെക്കുറിച്ച് പറയണം. എന്നിട്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ സെപ്റ്റംബർ 25 വരെ സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, തനത് വിധിയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ഇന്ന് കണ്ടില്ലേ മരണത്തെക്കുറിച്ചൊക്കെ എന്ത് സ്വാതന്ത്ര്യ കർത്താവ് നമുക്ക് നൽകിയേ. എൻ്റെ പ്രിയ മക്കളെ, നല്ല പോലെ ജീവിക്കാം, വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം, യേശുവിൻ്റെ കൂടെ ജീവിക്കാം, യേശുവിൽ മരിക്കാം, നല്ല വിശ്രമം നമുക്കെടുക്കാം. അതിനുശേഷം നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. അന്ത്യവിധി, നീതിയുടെ വിധി, അത് അഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ സ്വന്തമാക്കാം. സ്വർഗത്തിൽ നമുക്ക് ജീവിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ടിയാണ് കർത്താവ് നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായിട്ട് ഈ കാലഘട്ടത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ഈ ഷെക്കേന ചാനലിലൂടെ നിത്യജീവന്റെ സുവിശേഷം. അതിൽ തന്നെ എല്ലാം ഉണ്ട് മക്കളെ, നിത്യജീവന്റെ സുവിശേഷം. നന്ദിയോടെ നമുക്ക് ഈ ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഷെക്കേന ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കാം, സന്തോഷ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാ ടീം അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിന്റെ ശക്തമായ അഭിഷേകം അനേക ആയിരങ്ങളിലേക്ക്, കോടാനുകോടി മക്കളിലേക്ക് ഒഴുകിയിറങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, അഭിഷേകം, അഭിഷേകം, ശക്തി, സംരക്ഷണം, വലിയ അഭിഷേകം, വലിയ കൃപ, വലിയ ജീവന്റെ സമൃദ്ധി നിറയട്ടെ, നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. ശിവേ, ശിവേ, ശിവേ. സ്തുതി, 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 ആരാധന. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ, നിൻ ഹൃദയത്തിലവനിടം താ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.